students, welcome back to my class. So in this class we were going with the next unit, that is antigens. So ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആൻറ്റിബോഡിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇനി എന്താണ് ആൻറ്റിജൻ? ആൻറ്റിജൻ എന്ന് പറഞ്ഞു ഒരുപാട്, പക്ഷേ എന്താണ് ആൻറ്റിജൻ? ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ബൈൻഡ് സ്പെസിഫിക്കലി ടു ആൻറ്റിബോഡി. ഒരു ആൻറ്റിബോഡിനായിട്ട് സ്പെസിഫിക്കലി ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസിനാണ് എന്ത് പറയുക? ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെയിം വന്നത് എവിടെ നിന്നാണ്? ബിക്കോസ് ദേ ആർ എബിലിറ്റി ടു ജനറേറ്റ് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി കാരണമാണ് അവർക്ക് ആൻറ്റിജൻ എന്നുള്ള ആ പേര് വന്നത്. ഹൗവർ സം ആൻറ്റിജൻസ് ഡു നോട്ട് ബൈ ദംസെൽസ് എലിസിറ്റ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. പക്ഷേ ചില ആൻറ്റിജൻസ് എന്താണ് ചെയ്യുക? അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻറ്റിബോഡി പ്രൊഡക്ഷനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ എലിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻറ്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? എലിസിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദോസ് ആൻറ്റിജൻസ് ദാറ്റ് ഇൻഡ്യൂസ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ആർ കോൾഡ് ഇമ്മ്യൂണോജൻസ്. അവർക്ക് ആൻറ്റിബോഡി പ്രൊഡക്ഷന് എന്താണ്? ചില ആൻറ്റിജൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈ ദംസെൽസ് എലിസിറ്റ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് നേരിട്ടിട്ട് അവർ സ്വന്തമായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എലിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ദോസ് ആൻറ്റിജൻസ് ദാറ്റ് ഇൻഡ്യൂസ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ആർ കോൾഡ് ഇമ്മ്യൂണോജൻസ്. അവർ ഏതൊക്കെ ആൻറ്റിജൻസ് ആണോ അവർ ആൻറ്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്, അവരെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്മ്യൂണോജൻസ്. ഓക്കെ, സോ മേജർ ക്ലാസ്സസ് ഓഫ് ആൻറ്റിജൻസ് ആർ ദ ഫോളോയിങ്. കുറച്ച് ക്ലാസ്സസ് ഓഫ് ആൻറ്റിജൻസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഇൻക്ലൂഡ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. ദേ ആർ പൊട്ടൻഷ്യലി ബട്ട് നോട്ട് ഓൾവേസ് ഇമ്മ്യൂണോജനിക്. എപ്പോഴും ഇമ്മ്യൂണോജനിക് അല്ല, അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഒരു ആൻറ്റിബോഡി പ്രൊഡക്ഷൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. വിച്ച് ഫോം മോർ കോംപ്ലക്സ് മോളിക്യൂൾസ് സച്ച് ആസ് സെൽ സർഫസ് ഗ്ലൈക്കോപ്രോട്ടീൻസ് എലിസിറ്റ് ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൈമർലി ഓഫ് ആൻറ്റിബോഡീസ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് മെനി പോളിസാക്കറൈഡ് മോളിക്യൂൾസ്. അവർ മിക്കവാറും എന്താ ചെയ്യുന്നത്? ഇതേ ഫോം മോർ കോംപ്ലക്സ് ആയുള്ള മോളിക്യൂൾ വെച്ചാൽ സെൽ സർഫസ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. An excellent example of antigenicity of polysaccharides is the immune response associated with ABO blood groups ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ പോളിസാക്രൈഡ്സിൻ്റെ ആൻറ്റിജനിസിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ കാര്യമാണ്. പോളിസാക്രൈഡ്സ് ഓൺ സർഫസ് ഓഫ് RBCs, അതാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലിപ്പിഡ്സ്? ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ റയർലി ഇമ്മ്യൂണോജനിക് ആണ്, ബട്ട് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ലിപ്പിഡ്സ് മേ ബി ഇൻഡ്യൂസ്ഡ് ഇഫ് ലിപ്പിഡ്സ് ആർ കോൺജുഗേറ്റഡ് വിത്ത് പ്രോട്ടീൻ കാരിയേഴ്സ്. പ്രോട്ടീൻ കാരിയേഴ്സിനായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യുക? അവർ തന്നെ പ്രോട്ടീൻ കാരിയേഴ്സിനായിട്ട് കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ മേ ബി റിഗാർഡ് ആസ് ഹാപ്റ്റൻസ്, അതായത് ഒരു കോമ്പൗണ്ട് ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് ആണ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇറ്റ് സെൽഫ് ഇമ്മ്യൂണോജനിക്. അവർ ഒരു ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട് ആണ്. അവർ ഇറ്റ് സെൽഫ് എന്താണ്? സ്വന്തമായിട്ട് ഇമ്മ്യൂണോജനിക് അല്ല, ബട്ട് ആഫ്റ്റർ കോൺജുഗേഷൻ ടു എ കാരിയർ പ്രോട്ടീൻ ബിക്കംസ് ഇമ്മ്യൂണോജനിക് ആൻഡ് പ്രൊഡ്യൂസസ് ആൻറ്റിബോഡി. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവരൊരു കാരിയർ പ്രോട്ടീനായിട്ട് കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നു? ഇമ്മ്യൂണോജനിക് ആവുന്നു ആൻഡ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, വിച്ച് ക്യാൻ ബൈൻഡ് ദ ഹാപ്റ്റൻ അലോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് കാരിയർ. ഓക്കെ, അപ്പോൾ അതാണ് ലിപ്പിഡ്സിൻ്റെ കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പുവർ ഇമ്മ്യൂണോജൻസ് ആണ്, ബട്ട് അവരെപ്പോഴാണ് ഇമ്മ്യൂണോജനിക് ആവുന്നത്? വെൻ ദേ ആർ കോൺജുഗേറ്റഡ് ടു പ്രോട്ടീൻ കാരിയേഴ്സ്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ കാരിയേഴ്സിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ഇമ്മ്യൂണോജനിക് ആവുന്നത്. പിന്നെ പ്രോട്ടീൻസ് ആണ്, എല്ലാ പ്രോട്ടീൻസും ഇമ്മ്യൂണോജനിക് ആണ്. ഓക്കെ, ഗ്രേറ്റർ ദ കോംപ്ലക്സിറ്റി ഓഫ് പ്രോട്ടീൻ ദ മോർ വിഗറസ് വിൽ ബി ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ദാറ്റ് പ്രോട്ടീൻ. ഒരു ആ പ്രോട്ടീൻ എത്രമാത്രം കോംപ്ലക്സ് ആണോ അത്രയും എന്തായിരിക്കും ആ പ്രോട്ടീന് എതിരെയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ, ഇൻ ജനറൽ പ്രോട്ടീൻസ് ആർ മൾട്ടി ഡിറ്റർമിനൻ്റ് ആണ്, അല്ലെങ്കിൽ മൾട്ടി എപ്പിടോപ്പ് ആൻറ്റിജൻസ് ആണ്. എപ്പിടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിംഗിൾ ആൻറ്റിജന് ഡിറ്റർമിൻഡ് ഓർ എപ്പിടോപ്പ് ഓൺ എ സിംഗിൾ ആൻറ്റിജനിക് മോളിക്കുലർ പാർട്ടിക്കിൾ. ഒരു സിംഗിൾ ആൻറ്റിജന് ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ എപ്പിടോപ്പിന് ഒരു സിംഗിൾ ആൻറ്റിജന് ഡിറ്റർമിനൻ്റ് ആണ് പറയുന്നത് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് ആയുള്ള ആൻറ്റിജനിക് മോളിക്യൂളിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സിംഗിൾ ആൻറ്റിജൻ ഡിറ്റർമിനൻ്റിനെ നമ്മൾ എന്ത് പറയുക? എപ്പിടോപ്പ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മേജർ ക്ലാസ്സസ് ഓഫ് ആൻറ്റിജൻസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ എൻഡോജീനസ് ആൻറ്റിജൻസ് ആൻഡ് എക്സോജനസ് ആൻറ്റിജൻ. സോ വാട്ട് ആർ എൻഡോജീനസ് ആൻറ്റിജൻസ് എന്ന് നോക്കാം. എൻഡോജനസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈവ് വൈറസസ്, അതുപോലെ തന്നെ മെനി ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ ആൻറ്റിജൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ക്യാരി ഔട്ട് ദർ ഇൻഫെക്ഷൻ ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ വെർ ആൻറ്റിബോഡീസ് കനോട്ട് റീച്ച്. അവരെന്താ ചെയ്യുന്നത്? ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ, ആൻറ്റിബോഡിക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുക? അവർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അവരിനെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനദർ ആം ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം കം ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. When host cells are infected with these parasites or viruses are degraded and processed into peptides by the cells. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യുക? ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരെന്നെ എന്ത് ചെയ്യും? അവരെന്നെ ആ സെൽസ് എന്ത് ചെയ്യും?
പ്രോസസ്സ് ചെയ്യും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും, എന്നിട്ട് പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് പെപ്റ്റൈഡ് ആക്കിയിട്ട് മാറ്റും. ആ സെൽസ് അവരെ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് ഡീഗ്രേഡ് ആയിട്ട് അവരെ പെപ്റ്റൈഡ്സ് ആക്കിയിട്ട് മാറ്റും. ആൻഡ് സച്ച് ആൻറ്റിജനിക് പെപ്റ്റൈഡ്സ് ആർ പ്രസൻറ്റഡ് ത്രൂ ക്ലാസ് 1 MHC. എന്നിട്ട് ഇങ്ങനെയുള്ള ആൻറ്റിജനിക് പെപ്റ്റൈഡ്സിനെ എന്താ ചെയ്യുന്നത്, ക്ലാസ് 1 MHC കോംപ്ലക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിലുള്ള ക്ലാസ് 1 MHC കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു, അതിനെ റെക്കഗ്നൈസ് ചെയ്യും ബൈ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ഓൺ സൈറ്റോടോക്സിക് T cells. എന്നിട്ട് എന്ത് ചെയ്യും, സൈറ്റോടോക്സിക് T cells എന്ത് ചെയ്യും, ഇതിനെ ഈ ക്ലാസ് 1 MHC കോംപ്ലക്സിൻ്റെ മുകളിലുള്ള ഈ സംഭവത്തിന് എന്ത് ചെയ്യും, ഈ ആൻറ്റിജൻ പെപ്റ്റൈഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യും, അതിനെ നശിപ്പിക്കും. ഓക്കെ, സച്ച് ആൻറ്റിജൻസ് ആർ കോൾഡ് എൻഡോജിനസ് ആൻറ്റിജൻസ്. ഇങ്ങനെയുള്ള ആൻറ്റിജൻസിനാണ് നമ്മൾ എന്ത് പറയുക, എൻഡോജിനസ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രോട്ടീൻ വൈറൽ എൻഡോജിനസ് ആൻറ്റിജൻസ്. ഇനി ഈ പ്രോട്ടീൻ ആണെങ്കിൽ വൈറൽ എൻഡോജിനസ് ആൻറ്റിജൻസ് പ്രോട്ടീൻ ആണെങ്കിൽ എൻഡേഴ്സ് ടു സൈറ്റോപ്ലാസം ഓഫ് സെൽ, അവരെന്താ ചെയ്യുക, സെല്ലിൻ്റെ ഉള്ളിലെ സൈറ്റോപ്ലാസ്റ്റിക് എൻട്രി ചെയ്യും, അവർ തന്നെ അപ്പം എന്ത് ചെയ്യും, സെല്ല് എന്ത് ചെയ്യും, അതിനെ ഡീഗ്രേഡ് ചെയ്യും, പെപ്റ്റൈഡ്സ് ആക്കിയിട്ട് മാറ്റും. ആൻഡ് ദേ ആർ പ്രസൻറ്റഡ് ത്രൂ ക്ലാസ് 1 MHC മോളിക്യൂൾ ഓൺ ദ മെംബ്രെയിൻ ഓഫ് ടാർഗറ്റ് സെൽസ് ടു CD8+ TC cells. അവരെ പ്രസൻറ്റ് ചെയ്യുന്ന ആർക്കാണ്, CD8+ TC cells പ്രസൻറ്റ് ചെയ്യുക. ദ പാത്വേ ചൂസൺ ഫോർ എൻഡോജിനസ് ആൻറ്റിജൻ ഡീഗ്രഡേഷൻ for presentation with the class 1 MHC molecule are one utilized by cell for normal turnover of intracellular proteins. Okay. ഇനി അടുത്തതാണ് എക്സോജീനസ് ആൻറ്റിജൻസ്. എന്താണ് എക്സോജീനസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ, ദ ക്ലാസ് 2 MHC മോളിക്യൂൾസ് ബൈൻഡ് ടു പെപ്റ്റൈഡ്സ് derived ഫ്രം പ്രോസസ്ഡ് ആൻറ്റിജൻസ് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസസ്. അതായത് മറ്റേത് നമ്മൾ പറഞ്ഞു എൻഡോജനസ് ആൻറ്റിജൻസിനെ ആരാണ് ഇതാക്കുന്നത്, ക്ലാസ് 1 MHC മോളിക്യൂൾസ് ആണ്. അവർ ആരാണ് എന്നിട്ട് ഇതാക്കുന്നത്, എൻകൗണ്ടർ ചെയ്യുന്നത്, സൈറ്റോടോക്സിക് T cells, അതായത് TC cells ആണ്. പക്ഷേ എക്സോജനസ് ആൻറ്റിജൻസിനാണെങ്കിൽ ദി ക്ലാസ് 2 MHC മോളിക്യൂൾസ് ബൈൻഡ് ടു പെപ്റ്റൈഡ്സ് derived ഫ്രം പ്രോസസ്ഡ് ആൻറ്റിജൻസ് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസസ്. ഈ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിൻ്റെ ഒക്കെ എന്താണ്, പ്രോസസ്ഡ് ആൻറ്റിജൻസിനെ എന്ത് ചെയ്യുന്നു, ക്ലാസ് 2 MHC മോളിക്യൂൾസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ദീസ് ആൻറ്റിജൻസ് ആർ ഇൻറ്റേർണലൈസ്ഡ് ബൈ ഫാഗോസൈറ്റോസിസ് ഓർ എൻഡോസൈറ്റോസിസ്. ഈ ആൻറ്റിജൻസിനെ എന്ത് ചെയ്യുന്നത്, ദേ ആർ ഇൻറ്റേർണലൈസ്ഡ്, ഈ ആൻറ്റിജൻസിനെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നു ബൈ ഫാഗോസൈറ്റോസിസ് അല്ലെങ്കിൽ എൻഡോസൈറ്റോസിസ് ആൻഡ് പ്രോസസ്ഡ് വിത്തിൻ ദ ആസിഡ് വെസിക്കിൾസ് അല്ലെങ്കിൽ എൻഡോസോം. ഓക്കെ, ഈ ആൻറ്റിജൻസിനെ എന്താ ചെയ്യുന്നത്, ഇൻറ്റേർണലൈസ് ചെയ്യുന്നു, എങ്ങനെ, ബൈ ഫാഗോസൈറ്റോസിസോ അല്ലെങ്കിൽ എൻഡോസൈറ്റോസിസോ വഴി ഇൻറ്റേർണലൈസ് ചെയ്യുന്നു. ആൻഡ് ദേ ആർ പ്രോസസ്ഡ് വിത്തിൻ ദ ആസിഡ് വെസിക്കിൾസ് അല്ലെങ്കിൽ എൻഡോസോം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ആസിഡ് വെസിക്കിൾസ് അല്ലെങ്കിൽ എൻഡോസോമിൽ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ദ പ്രോസസ്ഡ് ആൻറ്റിജനിക് പെപ്റ്റൈഡ് ഇസ് ഡിസ്പ്ലേഡ് ത്രൂ ദ MHC ക്ലാസ് 2 ഓൺ സർഫസ് ഓഫ് APC. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ആൻറ്റിജനിക് പെപ്റ്റൈഡിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ആൻറ്റിജൻ പ്രസൻറ്റ് സെൽസിൻ്റെ മുകളിലുള്ള ക്ലാസ് 2 MHC മോളിക്യൂൾസ് ഇതിനെ പ്രസൻറ്റ് ചെയ്യും, ഇതിനെന്ത് ചെയ്യും, ഇതിനെ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് CD4+ TH സെൽസ് ടേക്ക് ദ പ്രോസസ്ഡ് ആൻറ്റിജൻസ്. ഈ ആൻറ്റിജൻസിനെ ആരാണ് എടുക്കുന്നത്, CD4+ TH സെൽസ് ആണ് എടുക്കുന്നത്. അങ്ങനത്തെ ആൻറ്റിജൻസിനെ പറയുന്ന പേരാണ് എക്സോജീനസ് ആൻറ്റിജൻസ്. ഓക്കെ, സോ എക്സോജീനസ് ആൻറ്റിജൻസ് പറയുമ്പോൾ ക്ലാസ് 2 MHC മോളിക്യൂൾസ് ആണ് ആ പെപ്റ്റൈഡ്സിനായിട്ട് ബൈൻഡ് ചെയ്യുക. എന്താ ചെയ്യുക, ഈ ആൻറ്റിജൻസിനെ ഒരു ഫാഗോസൈറ്റോസ് വഴി ഇൻറ്റേർണലൈസ് ചെയ്യും, എന്നിട്ട് പ്രോസസ്സ് ചെയ്യും, ആസിഡ് വെസിക്കിൾസിലോ എൻഡോസോമിലോ വെച്ച് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള പെപ്റ്റൈഡിനെ ക്ലാസ് 2 MHC മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, APCയുടെ മുകളിലുള്ള സർഫസിലുള്ള ക്ലാസ് 2 MHC മോളിക്യൂൾസ് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അതിനെ CD4+ TH സെൽസ് ആണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, ആ പ്രോസസ്ഡ് ആൻറ്റിജൻസിനെ എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് എക്സോജനസ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്താണ് അഡ്ജുവൻസ്. ഇമ്മ്യൂണോളജിക് അഡ്ജുവൻസ് എന്താണെന്ന് നോക്കാം. ഇമ്മ്യൂണോളജിക് അഡ്ജുവൻസ് ആർ സബ്സ്റ്റൻസസ് ആഡഡ് ടു വാക്സിൻസ് to stimulate the immune system's response to target antigen but do not in themselves confer immunity. ഇമ്മ്യൂണോളജിക് അഡ്ജുവൻസ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്, വാക്സിൻസിൽ നമ്മൾ വാക്സിൻസ് ഉണ്ടാക്കുമല്ലോ, ഈ വാക്സിൻസിൽ അവർ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മൾ വാക്സിൻ കൊടുത്തുണ്ടാവുക, വാക്സിൻ എന്ത് ചെയ്യും, ശരിക്കും അത് ആൻറ്റിജൻസ് ആണ് കൊടുക്കുന്നത് അല്ലേ, അത് ഇനാക്റ്റീവ് ആയുള്ള അല്ലെങ്കിൽ അറ്റന്യൂട്ടഡ് ആയുള്ള ആൻറ്റിജൻസ് ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ വാക്സിനിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് എന്ത്, അഡ്ജുവൻസ്. ഇമ്മ്യൂണോളജിക് അഡ്ജുവൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഈ ആൻറ്റിജനോട് അല്ലെങ്കിൽ ഈ വാക്സിനോടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഇമ്മ്യൂണോളജിക് അഡ്ജുവൻസ് എന്ന് പറഞ്ഞാൽ. ബട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. സോ എ ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കണ്ടെയ്ൻസ് മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഓഫ് ദ ടാർഗറ്റ് ബാക്ടീരിയ ബട്ട് ഓൾസോ കണ്ടെയ്ൻസ് സം അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത്, അഡ്ജുവൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ് വാക്സിനിൽ അവിടെ അഡ്ജുവൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലുമിനിയം സോൾട്ട് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള അഡ്ജുവൻസ് ആണ് വാക്സിൻസിൽ. പിന്നെ എന്താണ് ഫ്രണ്ട്സ് അഡ്ജുവൻറ്റ്. ഫ്രണ്ട്സ് അഡ്ജുവൻ്റ് സ്പെല്ലിംഗ് നോക്കണം. ഫ്രണ്ട്സ് അഡ്ജുവൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സൊല്യൂഷൻ ഓഫ് ആൻറ്റിജൻ ആണ് എമൽസിഫൈഡ് ഇൻ മിനറൽ ഓയിൽ.
മിനറൽ ഓയിലിൽ എമൾസിഫൈ ചെയ്തിട്ടുള്ള ആൻറ്റിജൻ സൊല്യൂഷൻ പറയുന്ന പേരാണ് ഫ്രണ്ട്സ് അഡ്ജുവൻറ്റ്. ഇറ്റ്സ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ പൊട്ടൻഷ്യേറ്റർ. അപ്പോൾ എന്താണ് അത് എന്തായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ പൊട്ടൻഷ്യേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അത് ആൻറ്റിജൻ എമൾസിഫൈഡ് ഇൻ മിനറൽ ഓയിലിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ട്സ് അഡ്ജുവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കംപ്ലീറ്റ് ഫോം ഈസ് കമ്പോസ്ഡ് ഓഫ് ഇനാക്ടിവേറ്റഡ് ആൻഡ് ഡ്രൈഡ് ഇനാക്ടിവേറ്റഡ് മൈക്രോബാക്ടീരിയ. അതിന് കംപ്ലീറ്റ് ഫോം ആണെങ്കിൽ അത് ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഡ്രൈഡ് ഇനാക്ടിവേറ്റഡ് മൈക്രോബാക്ടീരിയ ഉണ്ടാവും. ആൻഡ് വെറാസ് ഇൻകംപ്ലീറ്റ് ഫോം ആണെങ്കിൽ ലാക്സ് ദ മൈക്രോബാക്ടീരിയൽ കമ്പോണൻസ്. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ ജൂൾ സ്ട്രീ ഫ്രണ്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ആ പേരിലാണ് അതിന് പേരിട്ടത്. ഇനി എന്താണ് ഫ്രണ്ട്സ് കംപ്ലീറ്റ് അഡ്ജുവൻറ്റ്? It is effective in stimulating cell-mediated immunity and may lead to potentiation of the production of certain immunoglobulins, but this effect depends upon animal model used. അത് cell-mediated immunity stimulate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് കംപ്ലീറ്റ് അഡ്ജുവൻറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആൻറ്റിജൻ ആൻറ്റിബോഡി സ്പെസിഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഈ സ്പെസിഫിസിറ്റിയുടെ ബേസിക് എന്ന് നോക്കാം. ആൻഡ് ആൻറ്റിജൻ ഈസ് എനി ഏജൻറ്റ് capable of binding specifically to components of immune response such as lymphocytes and antibodies. ആൻറ്റിബോഡീസിനായിട്ടോ ലിംഫോസൈറ്റ്സിനായിട്ടൊക്കെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരാണ് എന്ത് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. ബൈ കോൺട്രാസ്റ്റ് ആൻഡ് ഇമ്മ്യൂണോജൻ ഈസ് എനി ഏജൻറ്റ് ദാറ്റ് ഈസ് capable of inducing an immune response. പക്ഷേ ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ലിംഫോസൈറ്റിനായിട്ടോ ആൻറ്റിബോഡീസിനായിട്ടോ ബൈൻഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരാണ്. ബട്ട് ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അവർ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ ഇൻഡ്യൂസ് ചെയ്യാൻ ക്യാപ്പബിൾ ആയ ആൾക്കാരാണ് ഇമ്മ്യൂണോജൻ എന്ന് പറയുന്നത്. സോ ഓൾ ഇമ്മ്യൂണോജൻസ് ആർ ആൻറ്റിജൻസ് എന്ന് പറയാം. എല്ലാ ഇമ്മ്യൂണോജൻസും എന്താണ്? ആൻറ്റിജൻസ് ആണ്. ബട്ട് നോട്ട് ഓൾ ആൻറ്റിജൻസ് നീഡ് ടു ബി ഇമ്മ്യൂണോജൻസ്. കാരണം എല്ലാ ആൻറ്റിജൻസും ഇമ്മ്യൂണോജൻസ് അല്ല. ഓക്കെ, സോ ഓൾ ഇമ്മ്യൂണോജൻസ് ആർ ആൻറ്റിജൻസ് ബട്ട് നോട്ട് ഓൾ ആൻറ്റിജൻസ് നീഡ് ടു ബി ഇമ്മ്യൂണോജൻസ്. എല്ലാ ആൻറ്റിജൻസും ഇമ്മ്യൂണോജൻസ് ആവണം എന്നില്ല. ഓക്കെ, ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ആൻറ്റിബോഡിയും ലിംഫോസൈറ്റ്സിനൊക്കെ ആയിട്ട് എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്പെസിഫിക്കലി ബൈൻഡ് ചെയ്യുന്നു. ബട്ട് ബൈ കോൺട്രാസ്റ്റ് ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഏജൻറ്റ് ദാറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ഇമ്മ്യൂണോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഇമ്മ്യൂണോജൻസ് പറഞ്ഞാൽ എല്ലാ ഇമ്മ്യൂണോജൻസും ആൻറ്റിജൻസ് തന്നെയാണ്. ബട്ട് എല്ലാ ആൻറ്റിജൻസും എന്തല്ല? ഇമ്മ്യൂണോജൻസ് ആവണമെന്നില്ല. കാരണം എല്ലാ ആൻറ്റിജൻസ് വഴി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കേസ് ഒബ്വിയസ് ഇൻ ദ കേസ് ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ്. Many antibiotics and drugs. These compounds are incapable of inducing an immune response, but when they are coupled with the proteins, the resultant conjugate induces an immune response. ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സോ ഡ്രഗ്സ് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് എന്താ പറ്റുക? അവർക്ക് ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവർ കപ്പിൾഡ് വിത്ത് പ്രോട്ടീൻസിനായിട്ട് കപ്പിൾ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ആ റിസൾട്ടൻറ്റ് കോൺജുഗേറ്റിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ദേ ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് that is directed against various parts of the conjugate including the low molecular weight compound. That's അവിടെ യൂസ് ചെയ്യുന്ന ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട് ആണ് ഹാപ്റ്റൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതാണ് ഹാപ്റ്റൻ എന്നുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഹാപ്റ്റൻ എന്ന്. ഹാപ്റ്റൻ എന്നുള്ള ഡിഫൈൻ ചെയ്തത് ലാൻഡ്സ്റ്റൈനർ ആൻഡ് പോളിംഗ് ആണ് ഹാപ്റ്റനെ ഡിഫൈൻ ചെയ്തത്. So Landsteiner and Poland define hapten as a small molecule which by itself cannot stimulate the antibody production. അവർക്ക് സ്വന്തമായിട്ട് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എബിലിറ്റി ഇല്ല. ബട്ട് വിൽ കമ്പൈൻ വിത്ത് ആൻറ്റിബോഡി വൺസ് ഫോംഡ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവർ ഒരു പക്ഷേ ഫോം ചെയ്ത ആൻറ്റിബോഡിനായിട്ട് എന്ത് ചെയ്യാനുള്ള എബിലിറ്റി അവർ കമ്പൈൻ ചെയ്യുന്നു. ഹാപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ആൻറ്റിജൻസ് ആണ്. ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ലോ മോളിക്കുലർ വെയിറ്റ് ആയാലും മോളിക്യൂളാണ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഇമ്മ്യൂണോജനിക് ബൈ കോൺജുഗേഷൻ ടു സൂട്ടബിൾ കാരിയർ. ഒരു സൂട്ടബിൾ കാരിയറിനായിട്ട് കമ്പൈൻ ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഇമ്മ്യൂണോജനിക് ആയിട്ട് മാറും. ഓക്കെ, ഹാപ്റ്റൻസ് ഇൻഡ്യൂസ് എ സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇഫ് കപ്പിൾഡ് ടു ആൻ ആക്റ്റീവ് കാരിയർ പ്രോട്ടീൻ ഓഫ് സൈസ് ഗ്രേറ്റർ ദാൻ 10,000 ഡാൽട്ടൺ. അവർ എന്ത് ചെയ്യണം? ഒരു ആക്റ്റീവായുള്ള കാരിയർ പ്രോട്ടീൻ 10,000 ഡാൽട്ടനോളം ഒരു കാരിയർ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ റെസ്പോൺസ് ടു ഹാപ്റ്റൻ പ്രോട്ടീൻ കോംപ്ലക്സ് വിൽ ബി ഡയറക്റ്റഡ് ടു ഹാപ്റ്റിനോടാവാം അല്ലെങ്കിൽ കാരിയറിനോടാവാം. അതുപോലെ തന്നെ ആ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നത് ആ ഹാപ്റ്റിനോടാവാം അല്ലെങ്കിൽ കാരിയറിനോടാവാം അല്ലെങ്കിൽ ആരോടാവാം? ഹാപ്റ്റിൻ ആൻഡ് അഡ്ജസൻറ്റ് കാരിയർ കോൺസ്റ്റിറ്റ്യൂൻസിനോടാവാം. If a small organic compound is chemically linked to a large antigenic molecule, but the small organic compound എന്താണ്? ഹാപ്റ്റൻ ആണ്. And it is linked to a large antigenic molecule such as protein, complex can be used to immunize an animal. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സ്മോൾ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യുക? ലാർജ് ആൻറ്റിജനിക് മോളിക്യൂളിനായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ കോംപ്ലക്സിന് നമുക്ക് ഒരു ആനിമലിനെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ നമ്മൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ആനിമലിനെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ദ മോഡിഫൈഡ് പ്രോട്ടീൻ ഇസ് പ്രോസസ്ഡ് ആൻഡ് ആൻറ്റിബോഡീസ് ആർ ജനറേറ്റഡ് അഗെയിൻസ്റ്റ് ദിസ് എപ്പിറ്റോപ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന്
അതിനെ പ്രോസസ്സ് ചെയ്യാം, അതിൻ്റെ ആൻറ്റിബോഡീസ് അതിനെതിരെ ഉണ്ടാവും, അതിൻ്റെ എപ്പിടോപ്സിനെതിരെ ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. Although many of these antibodies are directed against unaltered epitopes on the original protein, some are directed against the new epitopes formed by the small organic molecule. Okay. So അവിടെ small molecules of chemical groups that can function as epitopes when bound to other molecules is known as ഹാപ്റ്റൻ. അപ്പോൾ എന്താണ് ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്മോൾ മോളിക്യൂൾസ് ആണ് ദാറ്റ് ക്യാൻ ഫങ്ഷൻ ആസ് എപ്പിടോപ്സ് വെൻ കമ്പൈൻ വിത്ത് അതർ മോളിക്യൂൾസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റും വെൻ ദേ കമ്പൈൻ വിത്ത് അതർ മോളിക്യൂൾസ്. അവർ പറയുന്ന പേരാണ് എന്ത്, ഹാപ്റ്റൻ. ആൻഡ് ആൻറ്റിജനിക് മോളിക്യൂൾസ് ടു വിച്ച് ദേ ആർ അറ്റാച്ച്ഡ് ഈസ് കോൾഡ് കാരിയർ. അപ്പോൾ അവർ ഏതിനായിട്ടാണോ അറ്റാച്ച് ചെയ്യുന്നത്, ഇപ്പോൾ പ്രോട്ടീനായിട്ട് അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞല്ലോ, അതിന് പറയുന്ന പേരാണ് അവർ ഈ ഹാപ്റ്റൻ ആരായിട്ടാണോ അറ്റാച്ച് ചെയ്യുന്നത് അവരെന്ന് പറയുന്ന പേരാണ് കാരിയർ. By using haptens of non-chemical structure, it is possible to study the interaction between antibodies and epitopes in detail. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റിബോഡീസും എപ്പിടോപ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഈ ഹാപ്റ്റൻ്റെ ഒരു കെമിക്കൽ സ്ട്രക്ചർ നമുക്ക് അറിയാവുന്ന ഒരു ഹാപ്റ്റൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആൻറ്റിബോഡി എങ്ങനെയാണ് അതിനെ ഇൻട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലെ ആൻറ്റിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ആൻറ്റിജൻസ് പറഞ്ഞു, ഹാപ്റ്റൻ എന്താണെന്ന് പറഞ്ഞു, അഡ്ജുവൻസ് എന്താണെന്ന് പറഞ്ഞു, അത്രയാണ് പറയാനുള്ളത്. ഇനി ആൻറ്റിജൻസിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ ആൻറ്റിജൻസിറ്റിയുടെ ഫാക്ടേഴ്സൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.